ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൻ്റെ സെക്കൻഡ് മോഡ്യൂളിനകത്ത് നമ്മൾ ഫോഴ്സ്ഡ് കൺവെൻഷനും ഫ്രീ കൺവെൻഷനും പഠിച്ചിരുന്നു. ആ കൂട്ടത്തിൽ പല തരത്തിലുള്ള നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. അതിൻ്റെ കീഴിൽ ഫോഴ്സ്ഡ് കൺവെൻഷൻ്റെ കീഴിൽ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഫോഴ്സ്ഡ് കൺവെൻഷൻ്റെ കീഴിൽ തന്നെ ഒരു 5 കേസ് വരുന്നുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം പ്ലേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സിലിണ്ടർ, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സ്പിയർ, ഇൻറ്റേർണൽ ഫ്ലോ ഓർ ഫ്ലോ ത്രൂ ട്യൂബ്, ഫ്ലോ ത്രൂ നോൺ സർക്കുലർ ക്രോസ് സെക്ഷൻ. ഈ പറയുന്ന 5 കേസ്, 5 ടൈപ്പ് ഫോഴ്സ്ഡ് കൺവെൻഷൻ്റെ കീഴിൽ നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫ്രീ കൺവെൻഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഫോഴ്സ്ഡ് കൺവെൻഷൻ പഠിച്ചപ്പോൾ തന്നെ ഫ്രീ കൺവെൻഷൻ പഠിച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഗ്രിഫോർഡ്സ് നമ്പർ, റെയിലേ നമ്പറും കൂടെ നമ്മൾ പഠിച്ചിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസും ചെയ്ത. അപ്പം അതിൻ്റെ ഒരു 3 ടൈപ്സ് വരുന്നുണ്ട്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം വെർട്ടിക്കൽ പ്ലേറ്റ്സ് ആൻഡ് വെർട്ടിക്കൽ സിലിണ്ടർ, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹൊറിസോണ്ടൽ പ്ലേറ്റ്, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം സ്പിയേഴ്സ് ആൻഡ് ഹൊറിസോണ്ടൽ സിലിണ്ടർ. അതിൻ്റെ ഒരു 3 കേസ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5, 3, 8 കേസുകൾ നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കണം. മനസ്സിലായോ? ഫോഴ്സ് കൺവെൻഷൻ്റെ 5 കേസും ഫ്രീ കൺവെൻഷൻ്റെ 3 കേസും, 5, 3, 8 ഇത് മുഴുവൻ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കണ്ടൻ്റാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ കുറേ നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് പഠിച്ചിരുന്നു. അത് കൃത്യമായിട്ടും അതെന്താണെന്നും അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്നും മനസ്സിലാക്കുക. പിന്നെ ഡേറ്റാ ബുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ഉദാഹരണത്തിന് ഫോഴ്സ്ഡ് കൺവെൻഷൻ്റെ കീഴിൽ വരുന്ന പ്ലേറ്റ്, അതുപോലെ തന്നെ സിലിണ്ടർ, സ്പിയർ, ട്യൂബ്, നോൺ സർക്കുലർ ക്രോസ് സെക്ഷൻ, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എവിടെയാണ് ഡേറ്റാ ബുക്കിൽ കിടക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്റ്റെപ്സ് വന്നിട്ട് എല്ലാത്തിനും ഏകദേശം ഒരുപോലെയുള്ള സ്റ്റെപ്സാണ് ഈ പ്രോബ്ലംസിനെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫോഴ്സ് കൺവെൻഷൻ എന്താണ്, ഫ്രീ കൺവെൻഷൻ എന്താണ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻസ് എവിടെയാണെന്ന് കറക്റ്റായിട്ട് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഡേറ്റാ ബുക്കിനകത്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മോഡ്യൂളിനകത്ത് ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സ്ഡ് കൺവെൻഷൻ്റെ കീഴിൽ വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ 2.14 എന്ന് പറയുന്ന ഒരു ഫിഗർ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾക്ക് അതിൻ്റേതായ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റ് പ്ലേറ്റ് സർഫസിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ലാമിനാർ ഫ്ലോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം L, അതുപോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ 5 × 10⁵ ചെറുതായിരിക്കണം, എന്നാലേ ലാമിനാർ ഫ്ലോ ആകത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കൃത്യമായിട്ടും മനസ്സിലാകും. പ്രോബ്ലത്തിലേക്ക് വന്നാൽ എയർ അറ്റ് 20°C വിത്ത് വെലോസിറ്റി 1 m/s flows over a flat plate of 2 meter into 1 meter maintained at 40°C. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സ്ഡ് കൺവെൻഷൻ്റെ കീഴിൽ വരുന്നതാണ് നമുക്ക് മനസ്സിലായി. ഇനി കണ്ടുപിടിക്കാനായിട്ടൊരു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് 40 cm ഫ്രം ലീഡിങ് എഡ്ജ്. ബൗണ്ടറി ലെയർ തിക്നെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലീഡിങ് എഡ്ജിൽ നിന്നൊരു 40 cm മാറി. രണ്ടാമത്തേത് ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് 2 meter ഫ്രം ലീഡിങ് എഡ്ജ്. 40 cm ആയിരുന്നാൽ മതി. രണ്ടാമത്തത് ബൗണ്ടറി ലെയർ തിക്നെസ് തന്നെയാണ്, 2 meter മാറി. മൂന്നാമത്തത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അറ്റ് 2 meter. നാലാമത്തത് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അപ് ടു 2 meter ലെന്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഗിവൺ ഡേറ്റ എഴുതുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റേതായ ഫിഗർ, നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ നമ്മൾ വരയ്ക്കണം. നമുക്കത് അറിയാവും ഫിഗർ വരയ്ക്കാനായിട്ട്. ആ പ്ലേറ്റ് വരച്ചിട്ട് അതിൻ്റെ ലെങ്തും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് എഴുതുക. ഇനി തെർമൽ ബൗണ്ടറി ലെയർ പഠിച്ച സമയത്ത് TW, T∝ നമ്മൾ പറഞ്ഞിരുന്നു. വോൾ ടെമ്പറേച്ചർ പോലെ തന്നെ T∝ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ
TW എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ് അല്ലേ. അപ്പം TW കിട്ടി, T ഇൻഫിനിറ്റിയും കിട്ടി. എയറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം TW T ഇൻഫിനിറ്റി നമ്മൾ എഴുതി. ഇനി TF എന്ന് പറഞ്ഞാൽ ഫിലിം ടെമ്പറേച്ചർ. ഫിലിം ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ TW പ്ലസ് T ഇൻഫിനിറ്റി ബൈ 2 ആണ്. അപ്പം ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാ ബുക്കിനകത്ത് കൺവെൻഷൻ്റെ പോർഷൻ എടുക്കണം. ഓക്കെ, ഇൻഡെക്സ് പേജ് എടുത്തിട്ട് കൺവെൻഷൻ്റെ പോർഷൻ എടുത്തിട്ട് അതിനകത്ത് വരുന്ന ഇക്വേഷൻസാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ TF ഈസ് ഈക്വൽ ടു TW പ്ലസ് T ഇൻഫിനിറ്റി ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മൾ ഈ ഫിലിം ടെമ്പറേച്ചർ എന്ന് പറയുന്ന സംഭവമാണ് തുടർന്ന് അങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 30 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ഇപ്പോൾ TF ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ടേക്കിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് എയർ. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് TF എന്ന് പറയുന്നത് ഫിലിം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ട കടമ എന്താണെന്ന് ചോദിച്ചാൽ നേരെ പേജ് 33ലേക്ക് പോവുക. അവിടെ ഓരോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും എയറിൻ്റെ ഓരോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും അതിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടി വാല്യൂസ് ഓഫ് ഗ്യാസസ് അറ്റ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞൊരു ടേബിൾ കണ്ടോ, പേജ് 33. അവിടെ ഡ്രൈ എയറിൻ്റെ പല ടെമ്പറേച്ചറുണ്ട്. അപ്പം നമുക്കിപ്പം ഫിലിം ടെമ്പറേച്ചർ TF എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട്. അപ്പോൾ ആ 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൻസിറ്റിക്ക് എത്രയാണ് നോക്കിക്കേ, 1.165. അബ്സൊല്യൂട്ട് വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്, 18.63 × 10⁻⁶. കൈനമാറ്റിക് വെലോസിറ്റി എത്രയാണ്, 16. അതുപോലെ 16 × 10⁻⁶. തെർമോഡിഫ്യൂസിറ്റി ബ്രാൻഡിൽ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡിൽ നമ്പർ എത്രയാണ്, 0.701. സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഡേറ്റാ ബുക്കിൻ്റെ ഒരു സവിശേഷത, നമ്മൾ അതിൻ്റെ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ മറന്നുപോയാലും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ എഴുതണം. കാരണം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ്സാണ്. അപ്പോൾ ഈ ബൗണ്ടറി ലെയർ തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള സകല ഇക്വേഷൻസും എവിടെ ഉണ്ട്, വാല്യൂസും എവിടെ ഉണ്ട്, ഈ പറയുന്ന 30 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എടുക്കണം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഏത് പ്രോബ്ലം ആണോ ചെയ്യുന്നത് അതിന് TF ഫിലിം ടെമ്പറേച്ചർ എത്ര ആണോ കിട്ടുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വേണം എന്ത് ചെയ്യാൻ, എടുക്കാനായിട്ട്. അത് എപ്പോഴും ഓർക്കണം. ഈ സ്റ്റെപ്സ് എല്ലാം മിക്കവാറും സെയിം ആണ്. ഇനി നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഏത് ടൈപ്പ് ഫ്ലോ ആണെന്ന് അറിയാൻ വേണ്ടി റെയ്നോൾഡ് നമ്പർ VL/ν 1 × 2/60 × 10⁻³ എന്ന് പറഞ്ഞപ്പോൾ 1,25,000 1,25,000 എന്ന് പറഞ്ഞ് നമ്പർ കിട്ടി, റെയ്നോൾഡ്സ് നമ്പർ കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 5 × 10⁵ ചെറുതായതുകൊണ്ട് ഇത് ലാമിനാർ ഫ്ലോ ആണെന്ന് നമുക്ക് പിടികിട്ടി. അതങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ഇക്വേഷൻ വേണം. ആ ഇക്വേഷൻ കിടക്കുന്ന പേജ് 112. ഇതേതാ കേസ് എന്ന് പറയുന്നത് കൺവെൻഷനാണ്. കൺവെൻഷൻ്റെ ലാമിനാർ ഫ്ലോയുടെ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ എക്സ്റ്റേണൽ ഫ്ലോയുടെ ഇക്വേഷൻ ഇവിടെ കിടക്കുന്നത് പേജ് 112 HMDയുടെ. അപ്പം നിങ്ങൾ ഈ 6 മോഡ്യൂളും പഠിച്ച് കഴിയുമ്പോഴത്തേക്കും പലയിടത്താണ് ഇക്വേഷനെല്ലാം കിടക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെ. ഓരോ മോഡ്യൂളും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഏത് ക്വസ്റ്റ്യൻ ഏത് മോഡ്യൂളിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിൻ്റെ കീഴിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ അത് ആർജിച്ചെടുക്കണമെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഇവിടെ നമ്മളിപ്പോൾ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്തൊക്കെ 1-2 പ്രോബ്ലംസേ നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ വീട്ടിലിരുന്ന് കൂടുതൽ പ്രോബ്ലംസ് പഠിച്ച് സോൾവ് ചെയ്യുമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ലാമിനാർ ഫ്ലോ എന്നും പറഞ്ഞൊരു ഇത് കിടപ്പുണ്ട്, ഫ്ലാറ്റ് പ്ലേറ്റ്, പേജ് 112. 112 എടുക്കാൻ കാരണം അത് കൺവെൻഷൻ്റെ കീഴിൽ വരുന്നതായതുകൊണ്ടാണ് കേട്ടോ, ഇൻഡെക്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതുവരെ ടെക്സ്റ്റ് ബുക്കും ഈ പറയുന്ന നമ്മുടെ ഡേറ്റാ ബുക്കും മേടിക്കണം, നിർബന്ധമായിട്ടും മേടിക്കണം. ഇനി നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് 0.4 മീറ്ററിലുള്ളതാണ് ആദ്യത്തെ കണ്ടുപിടിക്കുക. ബൗണ്ടറി ലെയർ തിക്നെസ് അറ്റ് 40 സെൻറ്റിമീറ്ററിൽ ഫ്രം ദ ലീഡിങ്. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് L1 എന്ന് പറയുന്നത് 0.4 മീറ്ററാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ റെയ്നോൾഡ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ എഡ്ജിൽ നിന്നുള്ള റെയ്നോൾഡ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടി 25 × 10⁻³ RE കിട്ടി. കാരണം RE എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്.
ഇനി ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ H1. അതിൻ്റെ ഇക്വേഷൻ എവിടെ ഉണ്ട്? ഡേറ്റാ ബുക്കിനകത്ത് പേജ് 113 എന്നാണ് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റാ ബുക്ക് ഏത് വേർഷനാണോ, ഏത് വോളിയം ആണോ അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ നമ്പറും കാര്യമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്പർ കാണാൻ പഠിക്കരുത്. ഇൻഡെക്സിൽ പോയിട്ട് അതിൻ്റെ ടോപ്പിക്ക് ഏതാണെന്ന് നോക്കിയിട്ട്, ടൈറ്റിൽ ഏതാണെന്ന് നോക്കിയിട്ട് ഏതിൻ്റെ കീഴിലാണ് വരുന്നത് നമുക്ക് കറക്റ്റായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ പേജ് നമ്പർ മനപ്പാഠം പഠിക്കരുത്. അങ്ങനെ പഠിച്ചാൽ പല ഡേറ്റാ ബുക്കിലും പലതായിരിക്കും. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ വേറൊരു ഡേറ്റാ ബുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെല്ലാം ഇതായി പോവും. അപ്പോൾ പേജ് 112 നോക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ ലാമിനാർ ഫ്ലോ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ അവിടെ കിടപ്പുണ്ട്. 5x RE x⁻⁻5. എക്സ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിംഗ് ഫ്രം ദ ലീഡിങ് എഡ്ജ് അല്ലേ. ഇനി ഈ നൊട്ടേഷൻസിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ആ ഇക്വേഷനകത്ത് നമ്മൾ ഇങ്ങെടുക്കുക. എക്സും REയും നൈസായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഡെൽറ്റ HL1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? കിട്ടി. ഇനി തെർമൽ, ഇതിപ്പോൾ ഹൈഡ്രോളിക് ബൗണ്ടറി ലെയർ ഡെൽറ്റ TX എന്ന് ബൗണ്ടറി ലെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡെൽറ്റ H എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ബൗണ്ടറി ലെയർ, ഡെൽറ്റ TX എന്ന് പറഞ്ഞാൽ തെർമൽ ബൗണ്ടറി ലെയർ. ഹൈഡ്രോളിക്കും തെർമലും നമ്മൾ വ്യക്തമായിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. തെർമൽ ബൗണ്ടറി ലെയറിൻ്റെ മറ്റൊരു ഇക്വേഷനാണ് ഡെൽറ്റ HX പ്രാൻഡൽ നമ്പർ റേസ് ടു 0.33. ഇപ്പോൾ പ്രാൻഡൽ നമ്പരൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ 30 എന്നുള്ള ഫിലിം ടെമ്പറേച്ചറിൽ നിന്ന് ഡേറ്റാ ബുക്കിൽ നിന്ന് എടുത്ത് എഴുതിയതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് 2 ബൗണ്ടറി ലെയർ കിട്ടി, തെർമൽ ബൗണ്ടറി ലെയറും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബൗണ്ടറി ലെയറും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് തിക്നെസ് 2 മീറ്റർ ആകുമ്പോൾ എന്തായിരിക്കുമെന്ന്. ഒന്നും പേടിക്കാനൊന്നുമില്ല, നേരിട്ട് ഇതേ ഇക്വേഷനാണ്, ഒറ്റ വ്യത്യാസം എവിടെ വരുന്നുള്ളൂ. എന്ത് L എന്ന് പറയുന്നത് 2 മീറ്റർ ആയെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ്. നമ്മളതനുസരിച്ച് ഹൈഡ്രോളിക് ബൗണ്ടറി ലെയറും തെർമൽ ബൗണ്ടറി ലെയറും കണ്ടുപിടിക്കുന്നു. ഇനി മൂന്നാമത്തായിട്ട് പറയുന്നത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അറ്റ് 2 മീറ്റർ. എന്താണ് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അറ്റ് 2 മീറ്റർ? ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ H. അപ്പോൾ H ലോക്കൽ കണ്ടുപിടിക്കണം. അപ്പം H ലോക്കൽ കണ്ടുപിടിക്കാൻ എപ്പോൾ ചോദിച്ചാലും നമ്മൾ ആരെ ആശ്രയിക്കണമെന്ന് ചോദിച്ചാൽ നസൽറ്റ് നമ്പറിനെ ആശ്രയിക്കണം. നസൽറ്റ് നമ്പറിൻ്റെ കാര്യം ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ കാണാൻ പഠിക്കണ്ട. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. നോക്കാം. 1.1 കോൺസ്റ്റൻറ്റ് വോൾ ടെമ്പറേച്ചർ നസൽറ്റ് നമ്പർ എന്ന് പറയുന്നത് 0.332 RE റേസ് ടു 0.5 PA പ്രാൻഡൽ നമ്പർ റേസ് ടു 0.33. മനസ്സിലായോ? അവിടേക്ക് നസൽറ്റ് നമ്പർ ഇട്ട് കൊടുത്തു. നസൽറ്റ് നമ്പറിൻ്റെ ഇക്വേഷനകത്ത് ആരുണ്ട്? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് H ഉണ്ട്. നസൽറ്റ് നമ്പർ ലോക്കൽ നസൽറ്റ് നമ്പർ ആണെങ്കിൽ അത് H ലോക്കൽ. മനസ്സിലായോ? NU ലോക്കൽ ഈസിക്കൽ H ലോക്കൽ L/K. നമ്മളോട് പറഞ്ഞേക്കുന്നത് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റാണ്, സാധാ ഇതല്ല, ലോക്കൽ. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന Kയുടെ വാല്യൂ എവിടെ നിന്ന് കിട്ടി? ആദ്യം നമ്മൾ എയറിൻ്റെ ടെമ്പറേച്ചറിൽ നിന്ന് എടുത്തില്ലേ, അപ്പോൾ അവിടെ Kയുടെ വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു. നസൽറ്റ് നമ്പർ ഇപ്പോൾ എടുത്തു. ഈ പറയുന്ന L എന്ന് പറയുന്നത് 2 മീറ്ററാണ്, അത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ഇനി നമുക്ക് വേണ്ടത് ആവറേജ് നസൽറ്റ് നമ്പറിൽ ഉപയോഗിച്ചുള്ള ഒരു ഇക്വേഷനാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അറ്റ് അപ് ടു 2 മീറ്റർ ലെന്ത്, ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അപ് ടു 2 മീറ്റർ ലെന്ത് എന്ന് പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് H കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ Hനൊരു വ്യത്യാസമുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചേക്കുന്ന ലോക്കലായിരുന്നു. ഇതിപ്പം നമ്മൾ ആവറേജ് എടുക്കേണ്ടത്, നമ്മൾ മാറിപ്പോവല്ലോ. സാധാ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത് ആവറേജ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റാണ്. അപ്പോൾ അവിടെ ഇക്വേഷൻ മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആവറേജ് നസൽറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലോക്കൽ നസൽറ്റ് നമ്പർ. മനസ്സിലായോ? ആ ഒരു വ്യത്യാസം ഈ ക്വസ്റ്റ്യനകത്ത് വരുന്നുണ്ട്. ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ലോക്കൽ നസൽറ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, അതിൻ്റെ ഇക്വേഷനാണ് നമ്മുടെ ഡേറ്റാ ബുക്കിനകത്ത് കിടക്കുന്നത്. അതിനെ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആവറേജ് നസൽറ്റ് നമ്പർ കിട്ടും. എന്നിട്ട് ആ ആവറേജ് നസൽറ്റ് നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് അറ്റ് 2 മീറ്റർ ലെങ്ത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോക്കൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണോ അതോ വെറുതെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ് ആണോ കൊടുത്തേക്കുന്നത് നോക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് ലോക്കൽ നസൽ നമ്പർ എന്ന് പറയുന്നതാണ് എന്ത് സാധാ നമ്മുടെ ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്ന ആവറേജ് നസൽ നമ്പർ. ഓക്കെ, അപ്പം അതാണ് ഈ പറയുന്ന പ്ലേറ്റിൻ്റെ കേസിനകത്തുള്ള ഒരു പ്രോബ്ലം. അപ്പം ഇതുപോലെയുള്ള പല പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. എല്ലാം ഓരോ പ്രോബ്ലവും ഒന്നിനൊന്ന് വ്യത്യാസമായിട്ടാണ് ഇരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എയർ വോക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സോൾവ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് തന്നെയാണ് മിക്കവാറും എക്സാമിനകത്ത് നമുക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ടെസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ ചെയ്തു പഠിക്കുക. വെറൈറ്റി പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അതെല്ലാം ചെയ്തു പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് ഫോഴ്സ്ഡ് കൺവെൻഷൻ്റെ നോക്കാൻ പോവാണ്. ഫോഴ്സ്ഡ് കൺവെൻഷൻ ഫ്ലോ ഓവർ സിലിണ്ടർ. ഇപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിൻ്റെയും നസൽ നമ്പറിൻ്റെയും ഇക്വേഷൻസ് നമുക്കുണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷൻസാണ്. അത് കൂടാതെ പേജ് നമ്പർ നമ്മൾ HMDയുടെ പേജ് ഡേറ്റാ ബുക്കിനകത്ത് 116 പേജിലാണ് ഇതിൻ്റെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രോബ്ലത്തിലേക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇതെല്ലാം പ്രോബ്ലമാറ്റിക് കേസാണ്. നമ്മൾ നോൺ ഡയമെൻഷണൽ നമ്പർ എന്താണെന്ന് കറക്റ്റായിട്ട് പഠിക്കുക. ഇതിൻ്റെ പല തരത്തിലുള്ളതുണ്ട്. ഫോഴ്സ്ഡ് കൺവെൻഷൻ, നാച്ചുറൽ കൺവെൻഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ HMDയുടെ ഡേറ്റാ ബുക്ക് നോക്കാനായിട്ട് പഠിക്കുക. ഇതാണ് ഇതിനകത്ത് ഈ പ്രോബ്ലം ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള വേ എന്ന് പറയുന്നത്. അപ്പം HMDയുടെ ഡേറ്റാ ബുക്കിനകത്ത് നമ്മൾ പ്രോബ്ലം വരുമ്പോൾ മാത്രമല്ല ജസ്റ്റ് ഒന്ന് വായിക്കുക ഏതൊക്കെ കേസാണ് അതിനകത്ത് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപക്ഷേ എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല വരുന്നത്, വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആ സമയത്ത് സമയം ഒട്ടും നഷ്ടപ്പെടാതെ കഴിയണമെങ്കിൽ ഡേറ്റാ ബുക്കിനകത്ത് ഇക്വേഷൻസ് ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് എഴുതാൻ പറ്റും. ഒരിക്കലും നമ്മൾ പുതിയൊരു പ്രോബ്ലം കിട്ടുന്ന സമയത്ത് അറിയത്തില്ലെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകാതെ ഡേറ്റാ ബുക്കിനകത്ത് എല്ലാ ഇക്വേഷനും ഉണ്ട്, നമുക്ക് അതിൻ്റേതായ രീതിയിൽ എഴുതി വിടുക എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എ ചിമ്നി ഓഫ് ഫർണസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് എ സിലിണ്ടർ ഓഫ് 300 mm, 1.75 meter height. The chimney surface temperature is 30 degrees Celsius. Air at 10 degrees Celsius, 10 meter per second flows over it. Determined heat loss from the chimney. ഇപ്പോൾ ഇവർ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഹീറ്റ് ലോസ് ആണ്. ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് Q കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം Q കണ്ടുപിടിക്കണമെങ്കിൽ Q വെച്ചുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ച സമയത്ത് HA ∆T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ആ ഇക്വേഷനകത്ത് Q = HA ∆T. ആ Q എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ Qവിനകത്ത് H ഉണ്ട്, A ഉണ്ട്, ∆T ഉണ്ട് അല്ലേ? H ഉണ്ട്, A ഉണ്ട്, ∆T ഉണ്ട്. പിന്നെ നമുക്ക് ഏരിയ ഉണ്ട്, അതുപോലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും ഉണ്ട്. ഇതിനകത്ത് നമുക്കിപ്പോൾ വേണ്ടത് H എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ കേസിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പോലെ തന്നെ TW എഴുതി, T∞ എഴുതി. ഇപ്പോൾ ഇവിടെ അഡീഷണലായിട്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പം ഇത്ര എഴുതിയാൽ മാത്രം പോരാ, ഫിലിം ടെമ്പറേച്ചർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷനൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിം ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കണമെന്നൊന്നുമില്ല, കാരണം നമ്മുടെ ഡേറ്റാ ബുക്കിനകത്ത് ആ ഇക്വേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കൺവെൻഷൻ്റെ കേസിൽ വരുന്ന കേസിലാണ്, ആ പേജിലാണ് നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിനെ പോലെ തന്നെ പേജ് 112 TF = TW + T∞/2 എന്ന് പറയുന്ന ഇക്വേഷനുണ്ട്. ആ ഇക്വേഷനകത്തോട്ട് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ TF എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്ത എന്താണ്, പ്രോപ്പർട്ടി ഓഫ് എയർ അറ്റ് ദാറ്റ് ഫിലിം ടെമ്പറേച്ചർ 20 ഡിഗ്രി. നേരെ പ്രോപ്പർട്ടീസ് ഓഫ് എയറിലേക്ക് പോകുന്നു. അവിടെ 20 ഡിഗ്രി സെൽഷ്യസിന് കീഴിൽ വരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു, കറക്റ്റായിട്ട് എഴുതി വെക്കുന്നു. അതാണ് അതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ റോ എഴുതി, ന്യൂ എഴുതി, പ്രാൻഡൽ നമ്പർ എഴുതി, K എഴുതി. ഇനിയിപ്പോൾ അടുത്തത് റെയ്നോൾഡ്സ് നമ്പർ എത്ര ആണെന്ന് നോക്കണം. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കുണ്ട് VD/ന്യൂ.
അത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ലാമിനാർ രീതിയിലുള്ളതാണ് റെയ്നോൾഡ് നമ്പർ. ഇനി നേരെ നമ്പർ നമ്മൾ പോകുന്നത് എച്ച് എന്ന് പറയുന്ന ഡെൽറ്റ ടിക്കകത്ത് എച്ച് എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഡേറ്റാ ബുക്കിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നസൽറ്റ് നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷനുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്ന ഇക്വേഷനാണ്, കണ്ടോ? സിലിണ്ടറിൻ്റെ കേസിലെ ഇക്വേഷൻസ് പറയുന്നതായ നമ്മുടെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദ്യം കാണുന്ന ഇക്വേഷൻ പേജ് 115 അവിടെ എക്രോസ് സിലിണ്ടർ കണ്ടോ, നസൽ നമ്പർ CRE/RED/M പ്രാൻഡിൽ നമ്പർ 0.33 എന്ന് പറഞ്ഞ് കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ RE എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സി എന്ന് പറയുന്നത് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ വെച്ചാണ് ഈ പറയുന്ന CUM ഒക്കെ പറയുന്നത്. റെയ്നോൾഡ്സ് നമ്പറൊക്കെ നമുക്കിപ്പോൾ വന്നേക്കുന്നത് 40,000-നും 4,00,000-നും ഇടയ്ക്കല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ ആ ടേബിളിൽ തന്നെ ഉണ്ട് കേട്ടോ, ആ ടേബിളിൽ തന്നെ ഉണ്ട് CUM കാര്യം. സി എന്ന് പറയുന്നത് അപ്പം 0.026 0.805 നമ്മൾ ഈ പറയുന്ന ഡേറ്റാ ബുക്കിനകത്തെ ആ കാണുന്ന 2.11 എക്സ്ട്രോ സിലിണ്ടർ എന്ന് പറയുന്നതിൻ്റെ അകത്തെ കോറിലേഷൻ ആൻഡ് വാലിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ കീഴിലകത്തുള്ള RD റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് CUM നമ്മൾ എഴുതുന്നത്. അപ്പോൾ CUM കിട്ടി, നസൽറ്റ് നമ്പറും നമുക്ക് എന്ത് ചെയ്തു കിട്ടി. ഇനി ഈ നസൽറ്റ് നമ്പർ നമ്മൾ ഉപയോഗിച്ച് HD/K, നസൽറ്റ് നമ്പർ നോർമലായിട്ടുള്ള ഇക്വേഷൻ ആണ് ഏത്, HD/K. റെയ്നോൾഡ്സ് നമ്പർ എന്താണ്, VD/ν. അപ്പോൾ HD/K'ക്കകത്ത് നമുക്ക് ആകെ കാണാനുള്ളൂ H മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് H എടുത്തത് എന്ത് ചെയ്യും, Q =HA∆T എന്ന് പറയുന്ന ഇക്വേഷനകത്തോടെ H ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Q എന്ന് പറയുന്ന വാല്യൂ കിട്ടും, ഹീറ്റ് ലോസ് ഫ്രം ദ ചിമ്മിനി. അപ്പോൾ നോക്കുക, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡേറ്റാ ബുക്കിനകത്ത് ഇക്വേഷൻ ഉണ്ട്, പക്ഷേ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നു. H എന്താണെന്ന് മനസ്സിലായവർക്ക്, Q എന്താണെന്ന് മനസ്സിലായവർക്ക്, നസൽറ്റ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായവർക്ക് ഈ പ്രോബ്ലം എന്താണ്, വളരെ സിമ്പിളാണ്. അപ്പം ഇതുപോലെയുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസ് ഇതിനകത്തുള്ള എല്ലാം ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന സിലിണ്ടറിൻ്റെ കേസിൽ വരുന്ന ഫോഴ്സ് കൺവേർഷൻ കേസിൽ വരുന്ന പല പ്രോബ്ലംസ് നോക്കുക. പലതും പല വെറൈറ്റിയാണ്, വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ഈ പേജിനകത്ത് തന്നെയാണ് ഇതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അപ്പം അത് ചെയ്യുക, കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലായി സ്കോറ് മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.